അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കുറച്ച് തോന സാധനങ്ങളുണ്ട്. ഇത്ര തോനൊന്നുമില്ല, നാളെ കുറേ ഉണ്ടായിരുന്നു സാധനം, അതൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ വേറെ ഒരു വേടത്തിൻ്റെ മകള് വേറൊരു വീട്ടിലേക്കാണ് സാധനം വാങ്ങാനുള്ളത്. ഉറങ്ങി നീച്ച്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി കൊണ്ടുപോയി കൊടുക്കണം. പൈസ ശമ്പളം കിട്ടി വന്നാണ്. പൈസ ഒന്നും ഇല്ല ഇനിയിപ്പം. അങ്ങനെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ ഒരു തോന്നലാണ് എല്ലാവർക്കും വാങ്ങി കൊടുക്കുക. പക്ഷെ റമദാനായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. കുറേ സാധനം വാങ്ങുക, ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, അങ്ങോട്ട് വാങ്ങി തന്നെ. അങ്ങനെ വാങ്ങി ഇങ്ങോട്ട് നിറക്കണം. ഫ്രിഡ്ജൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞ് പോകണം. ആ കോലത്തിൽ നിറക്കുക. എന്നിട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചെമ്പിലും ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടാണ് തള്ളണം ഓരോരുത്തർക്ക്. അതായത് എനിക്കൊക്കെ അവിടെ തരല് പറഞ്ഞാൽ നമുക്കൊക്കെ ഫുഡ് തരിക റമദാന് ഒരു 5 കിലോ ഫുഡൊക്കെ തരും. നമ്മളിതുകൊണ്ടാണ്ട് ബലായം കിട്ടും, എല്ലാവർക്കും ഫുഡ് കിട്ടും. നമ്മളിത് ഫ്രിഡ്ജ് വെച്ചാണ്ടും എന്താ കാട്ടണ്ടേ നമുക്കറിയില്ല. എറിയാനും പറ്റില്ല. ആകെ ഇതുകൊണ്ട് മുസ്ലിം ഷുറുബൊക്കെ തരും ഒരു ബക്കറ്റില്. ഇതുകൊണ്ട് കേട്ട് ഇടങ്ങാറാവും. വലിയൊരു കുണ്ടമിഞ്ഞാണത്തിൽ നിറച്ച് ഷുറുബന്ന്, പിന്നെ അങ്ങനത്തെ ഓരോ സമൂസ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും. അങ്ങനെ തരും. ഇവലും ഇങ്ങോട്ട് പൊരിച്ചിങ്ങോട്ട് ഇടും. ഇങ്ങോട്ട് കൊടുക്കും. നമുക്ക് പള്ളിക്ക് പോയിട്ടുള്ള ചോറ് നമുക്ക് ഇങ്ങനെ കിട്ടണം, അല്ലെങ്കിൽ നടക്കൂല. അല്ലെങ്കിൽ പൊറാട്ട. നമുക്ക് എന്താ ബുഖാരയാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത്. കാരണം കൂടുതൽ സ്പൈസി അല്ല, നമുക്ക് കഴിക്കാനും പറ്റും. ബുഖാരയാണ് നോമ്പുറക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ്. കൂടുതലായിട്ട് വയറിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ബുഖാരി അടിച്ച. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് നമ്മള് സാധനം വാങ്ങാൻ പോയതാലോ, കുറെ തള്ളിയിട്ട് കാര്യമില്ല. സാധനം വാങ്ങുക, എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുക. അല്ലെങ്കിൽ ഇന്നെ തള്ള നോക്കി അടിച്ചു. അതിന് മുന്നേ കൊണ്ടുപോയി കൊടുത്തിട്ട് പരിപാടികൾ കുറേ ഉണ്ട് പറഞ്ഞത്. റമദാന് ഏകദേശം ശനിയാഴ്ചയൊക്കെ ആവും. അപ്പം അതിൻ്റെ മുന്നായിട്ട് പരിപാടികളൊക്കെ കഴിച്ചിടും. വണ്ടി ആകെ ഇരപ്പായി കിടക്കുക. അതൊക്കെ ക്ലീൻ ആക്കണം. ഇത് തോന്നില്ല. മദ്രസ കൂട്ടിയപ്പോളേ രാവിലെ ഇങ്ങോട്ട് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസിയാണ്. നേരെ വൈകി ഉറങ്ങും. എന്നിട്ട് നേരത്തെ ഓരോ ഗുലുമാൽ ഉണ്ടാവും. നമുക്ക് ഉറങ്ങാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഓട്ടമൊന്നും ഉണ്ടാവില്ല രാത്രി. എന്നിട്ട് നമ്മളത് ഉറങ്ങാതെ അതിൽ നടക്കും. പിറ്റേന്ന് മദ്രസയിലല്ലോ റമദാനൊക്കെ അല്ല, അപ്പം അതിൻ്റെതായിട്ടുള്ള കുറേ പണികളൊക്കെ ഉണ്ടാവും. ഞാൻ ഉറങ്ങി നീച്ചണമെന്ന് വിചാരിച്ചാണ് മെസ്സേജ് അയച്ചാൽ. മെസ്സേജ് എടുത്തേ ഓല് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വിളിച്ച് നീച്ചണെന്ന് ഉറപ്പല്ല. മെസ്സേജ് ഉണ്ട്. നീച്ചണ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാനും പറ്റില്ല. നീച്ചന് അങ്ങനെ സാധനം വാങ്ങാൻ കുറച്ചുണ്ട്. എൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി സാധനം വാങ്ങണം. ഞാൻ വാണ്ടല് വന്നപ്പം അവിടെ അടിച്ചണല്ലോ. വേറെ എന്തോ കയറുബെന്തോ ഗുലുമാലായി. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ അത് ഉറക്കുള്ളൂ. ക്യാമറ കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാനില്ല. അപ്പോൾ പ്രശ്നമാണ്. ഭയങ്കര തിരക്കുള്ള സമയമല്ല. എന്ത് സാധനങ്ങളൊക്കെ മാട്ടിപ്പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഞാൻ വേറെ ഏതാ വേണ്ടേ പോരാ. പിന്നെ സാധനം വാങ്ങണ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഞാൻ ഏതായാലും ബൈഎസ്എഫേ പോയാണ്ട് സാധനം കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്ത്. പിന്നെ അതിന് ഞാൻ ആ സമയത്ത് ഓർത്തും ചെയ്തില്ല. ആ സാധനം വാങ്ങണ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓർത്തും ചെയ്തില്ല. എന്തായാലും ഇപ്പോൾ തിരക്കിൻ്റെ സമയമാണ്ട്, പീക്ക് ടൈമാണ്. കാരണം റമദാൻ 2 ദിവസം കൊണ്ടായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും